ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, മിശിഹ തൻ്റെ അസ്തിത്വവും ദൗത്യവും പ്രഖ്യാപിക്കുന്ന രംഗമാണ് ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. ഈശോ പതിവ് പോലെ നസ്രത്തിലെ സിനഗോഗിലെത്തി എന്നാണ് സുവിശേഷകൻ പറയുന്നത്. ആദിമ ക്രൈസ്തവർ അനുദിനം ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി എന്ന് നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആത്മീയ ജീവിതത്തിൽ ചില പതിവുകൾ അനിവാര്യമാണ്. ദേവാലയത്തിൽ പോകുന്നതും തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതും ജീവിതത്തിൻ്റെ പതിവുകളാകണം. കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നതും ഞായറാഴ്ച കുർബാനയിൽ സംബന്ധിക്കുന്നതും നിശ്ചിത ദിവസങ്ങളിൽ നോമ്പും ഉപവാസവും അനുഷ്ഠിക്കുന്നതും മതബോധനത്തിൽ സംബന്ധിക്കുന്നതും കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതും ജീവിതത്തിൻ്റെ പതിവുകളായിട്ട് മാറണം. പതിവുകൾ ലംഘിക്കപ്പെടുമ്പോഴാണ് ആത്മീയതയുടെ കെട്ടുറപ്പിന് കൈമോശം വരുന്നത്. പതിവുകൾ കേവലം ആവർത്തനങ്ങളായിട്ട് കരുതാതെ ആത്മീയതയുടെ അനിവാര്യമായ ചട്ടക്കൂടായി മനസ്സിലാക്കുവാൻ നമുക്ക് പറ്റണം. പതിവ് പോലെ സിനഗോഗിൽ പ്രവേശിക്കുന്ന ഈശോ യെശയ്യായുടെ പ്രവചനത്തിൽ തൻ്റെ ദൗത്യത്തിൻ്റെ നയപ്രഖ്യാപനമായി അവതരിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. വിദ്യാഭ്യാസത്തിനും കഴിവിനും അപ്പുറത്ത് സാധാരണ മനുഷ്യരിലൂടെ അസാധാരണ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നമ്മിലും നടക്കണം. ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തേടി മാത്രം ദൈവത്തെ സമീപിക്കുന്നവരാകരുത് നമ്മൾ. നാം പ്രാർത്ഥിക്കുന്നതും ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നതും ദൈവാത്മാവിനാൽ നിറയുന്നതിനാകണം. ദാവീദിനെ പോലെ കരഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പറ്റണം. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എല്ലാ തരത്തിലുള്ള വേദനകളും അവഗണനകളും അനുഭവിക്കുന്നവർ ദരിദ്രരാണ്. സാമ്പത്തികവും ശാരീരികവും മാനസികവും ആത്മീയവുമായ പരാധീനതകൾ അനുഭവിക്കുന്ന സകലരും ദരിദ്രരാണ്. സാമ്പത്തിക മേഖലയിലെ പ്രശ്നം പരിഹരിച്ചാൽ മനുഷ്യകുലത്തിൻ്റെ സകല പ്രശ്നവും തീർന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. ന്യായമായ വേതനവും ഞായറാഴ്ചയുടെ വിശ്രമവും ഉറപ്പുവരുത്തുന്നതോടൊപ്പം മനുഷ്യൻ്റെ ആത്മാവിനെയും ആത്മീയതയെയും പാപമോചനത്തെയും ഗൗരവമായിട്ടെടുക്കണം. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും. ദൈവത്തെ പ്രഘോഷിക്കുന്നവർ മറ്റുള്ളവരുടെ മേൽ ഭാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നവരല്ല, ഭാരങ്ങൾ ലഘൂകരിക്കുന്നവരാണ്. കുറ്റബോധം നൽകുന്നവരല്ല, സമാധാനം സ്ഥാപിക്കേണ്ടവരാണ്. ക്രിസ്തുവിന് മുൻപ് അന്ധന് കാഴ്ച ലഭിച്ചതായി വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തിയിട്ടില്ല. മാമോദീസായിലൂടെ പുത്രത്വത്തിൻ്റെ വെളിച്ചം സ്വീകരിച്ച് നമ്മൾ ജീവിതത്തെ പുതിയ രീതിയിൽ നോക്കിക്കാണുന്നവരാകണം. ജീവിതത്തിൽ ഏതെങ്കിലും കാരണത്താൽ ഞെരുക്കം അനുഭവിക്കുന്നവരാണ് അടിച്ചമർത്തപ്പെട്ടവർ. രോഗം, കുറ്റബോധം, പാപം തുടങ്ങിയ കാരണങ്ങളാൽ ഞെരുക്കം അനുഭവിക്കുന്നവർ സൗഖ്യം നൽകുന്ന ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയണം. കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു എന്നാണ് ഈശോ പറയുന്നത്. ജീവിതത്തിൽ സംഭവിക്കുന്ന വിസ്മയകരമായ കാര്യങ്ങൾ, പ്രവചനാതീതമായ കാര്യങ്ങൾ നമ്മിലൂടെ ചെയ്യുന്നത് കർത്താവിൻ്റെ കൃപയാണെന്ന് തിരിച്ചറിയണം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. തിരുവെഴുത്തുകൾ ഈശോയിൽ മാത്രം പൂർത്തിയാകേണ്ടതല്ല. ഈശോയുടെ തുടർച്ചയായ തിരുസഭയിലും ഓരോ വിശ്വാസിയിലും തിരുവെഴുത്തുകൾ പൂർത്തിയാക്കപ്പെടണം. തിരുവെഴുത്തുകളെ ജീവിതം കൊണ്ട് നിറവേറ്റാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.